മേശപ്പുറത്തിരുന്ന ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അഥർവ് തിരിഞ്ഞു ചെന്നത് എടുത്തു നോക്കിയത്. കൂട്ടുകാരൻ രോഹിത് ആയിരുന്ന ലൈനിൽ. ഹലോ രോഹിത്. ആ, അഥർ, താൻ ബിസിയാണോ? ഏയ് അല്ല, പറയൂ രോഹിത്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ തനിക്കല്ലേ? പുതിയ പ്രോജക്റ്റ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ട്രീറ്റ് ഒന്നും തരുന്നില്ലേ? പിന്നല്ലാതെ, തീർച്ചയായും തരുന്നുണ്ട്. നമ്മളൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഉറപ്പായും നിന്നെ വിളിക്കും. അതിനുശേഷം ബിസിനസ് കാര്യങ്ങൾ. രണ്ടാളും ചേർന്ന് കുറേ സമയം സംസാരിച്ചു. ഫോൺ സംഭാഷണം കഴിഞ്ഞ് അധ്രുവ് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോ ശ്രീനന്ദ അവനുള്ള കോഫിയുമായി കയറി വരുന്നുണ്ട്. അമ്മ വിളിച്ചിരുന്നോ നന്ദ? വിളിച്ചിരുന്നേട്ടാ, കുറച്ചു മുന്നേ വിളിച്ചു. അമ്മയും അച്ഛനും ഒക്കെ അധികം താമസിയാതെ എത്തും. നല്ല മഴയല്ലേ, അതാണ് ലേറ്റ് ആകുന്നത്. നന്ദ പറഞ്ഞു. അഥർവിനാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അവൾക്കും അങ്ങനെ തന്നെ. പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെയാണ് ഇരുവരും സംസാരിക്കുന്നത്. നന്ദ ഡൈനിങ് ടേബിളിന് മുകളിലായി കോഫി കൊണ്ടുവച്ചിട്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് തിരിഞ്ഞുപോയി. പെണ്ണിന്റെ ആ പിടച്ചിലും പരവശവും ഒക്കെ കാണാൻ എന്ത് രസമാണെന്ന് അവൻ ഓർത്തു. എത്ര പെട്ടെന്നാണ് ഒരാളുടെ ജീവിതം മാറി മറിയുന്നത്. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന താൻ ജ്യോതിക്ക് പകരമായി ഒരുവളെ തന്റെ ജീവിതത്തിലേക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ലായിരുന്നോ? അത്രമേൽ പരാജയമായിരുന്നു ആ ബന്ധം. അവളോടൊപ്പമുള്ള ലൈഫിന് ശേഷം ഇനി ആരൊക്കെ വന്നാലും ശരി, തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാർട്ട്ണർ വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചെടുത്തു നിന്നാണ് ശ്രീനന്ദ എന്ന പെൺകുട്ടിയുടെ വരവ്. ഇപ്പോൾ തന്റെ ജീവനും ജീവിതവും അവളായി മാറി. ആര്യൻകുട്ടന്റെ പ്രിയപ്പെട്ട ആന്റിയും. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അഥർവിന് ശ്രീനന്ദയെ ഒന്നുകൂടി കെട്ടിപ്പിടിക്കാൻ മോഹം തോന്നി. അവൻ കോഫി കുടിക്കുന്നത് നിർത്തി നേരെ കിച്ചണിലേക്ക് ചെന്നു. നന്ദ അത്താഴത്തിന് ചപ്പാത്തിക്കൊപ്പം മുട്ടക്കറി വെക്കുവാന് ഫ്രിഡ്ജിൽ നിന്നും അതെടുത്ത് കൗണ്ടർ ടോപ്പിന്റെ മുകളിലേക്ക് വെക്കുവാണ്. അവൻ പിന്നിലൂടെ ചെന്ന് അവളെ ആഞ്ഞു പുണർന്നതും ശ്രീനന്ദ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തിരിഞ്ഞ് അവൻ ചെന്നു നിന്നത് അവന്റെ നെഞ്ചിലേക്കാണ്. അയ്യോ, എന്റെ ഏട്ടാ, പേടിപ്പിച്ച കളഞ്ഞല്ലോ. നെഞ്ചിലേക്ക് കൈയമർത്തി അവന്റെ മിഴികളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? എന്റെ നന്ദയെ ഞാനല്ലാതെ വേറെ ആരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? കുറുമ്പും കുസൃതിയും നിറഞ്ഞ് അവന്റെ മുഖഭാവം കാണുന്തോറും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തരിപ്പ് പടർന്നു. അതെ, അമ്മയും അച്ഛനൊക്കെ വരാറായിട്ടുണ്ട്. ഏട്ടനൊന്ന് മാറി നിന്നേ. ഈയിടെയായിട്ട് ഇത്തിരി വിളച്ചിലൊക്കെ കൂടുന്നുണ്ട്. ഞാനൊരു പാവമായതുകൊണ്ടാ. നന്ദ പറയുന്നത് കേട്ട് അവനവളെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തി. ഷോ, ഈ ഏട്ടൻ ദേ, അവരിപ്പോ വരും. അവന്റെ ഇരു ചുമലിലും പിടിച്ച് അവൾ കുതിരാൻ നോക്കി. ആര് വേണമെങ്കിലും വന്നോട്ടെ, അതിന് നമുക്കെന്താ? ഏട്ട കളിക്കല്ലേ, ഒന്ന് മാറുന്നുണ്ടോ? എനിക്കറിയൊക്കെ ഒന്ന് വെക്കട്ടെ. ആര്യൻകുട്ടൻ വിശന്നായിരിക്കും വരുന്നത്. ഒരു പ്രകാരത്തിൽ ശ്രീനന്ദ അവനിൽ നിന്ന് ഊർന്ന നിലത്തേക്ക് ഇറങ്ങി. എനിക്കിപ്പോ നല്ല സംശയമുണ്ട് കേട്ടോ. അവൾ പറഞ്ഞതും അവന് കാര്യം പിടികിട്ടിയില്ല. എന്ത് സംശയം? ഇക്കണക്കിന് പോയാൽ ആര്യൻകുട്ടൻ അനിയത്തിക്കുട്ടിയെ വേഗം കിട്ടും. അതിനുള്ള എല്ലാ പ്രാക്ടിക്കൽ നടപടിയും ചെയ്യാനായിട്ടേ ഇവിടെ ഒരാൾ തിടുക്കപ്പെട്ട് നിൽക്കുക. നാണത്തോടെ ചുവന്നുകൊണ്ടാണ് ശ്രീനന്ദി അത് പറഞ്ഞു നിർത്തിയത്. അഥർവ് നോക്കിയപ്പോ അവളുടെ മിഴികളിൽ വല്ലാത്തൊരു നാണം മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എത്ര നാളും കൂടി ഉണ്ട് നന്ദ തന്റെ പഠിത്തം തീരാൻ? ഗൗരവത്തിൽ ചോദിക്കുവാണ് അഥർവ്. ഏകദേശം 1 വർഷത്തോളം കാണും. എന്താ ഏട്ടാ? ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ട്രൈ ചെയ്യാല്ലേ? അവൻ പറയുന്ന കേട്ട് ശ്രീനന്ദ അമ്പരന്നുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. അല്ല നന്ദ, ആദ്യത്തെ 6 മാസങ്ങൾ അധികം വയറൊന്നും കാണില്ലെന്നേ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കോളേജിൽ പോകാം. എന്താ തന്റെ അഭിപ്രായം? അത് കേട്ടതും ശ്രീനന്ദ പൊട്ടിച്ചിരിച്ചു. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്നോ നീയ? അവനവളുടെ കാതിൽ പിടിച്ച് ചെറുതായി ഒന്ന് പിച്ചി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരാൾക്ക് തിടുക്കം കൂടുതലാണെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നീ ഇങ്ങനെ പൂത്തുലഞ്ഞു വന്ന് നിൽക്കുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ലടി. അതുകൊണ്ടല്ലേ. കാതോരം അവന്റെ ശബ്ദം കേട്ടത് ശ്രീനന്ദ പിടഞ്ഞുകൊണ്ട് അകന്നു മാറി. എന്നിട്ട് മുറിയിലേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് മാധവന്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അഥർവ് കേട്ടത്. ഏട്ടാ, അവര് വന്നു തോന്നു. ഓടുന്നതിനിടയിൽ ശ്രീനന്ദ വിളിച്ചു പറഞ്ഞു. എന്റെ നന്ദ, നീ പാഞ്ഞുപോയി അവിടെയൊന്നും വീഴല്ലേ, സൂക്ഷിച്ചു പൊയ്ക്കേ. അഥർവ് അവളോടായി പറയുന്നുണ്ട്.
ശ്രീനന്ദ രാത്രിയിലെ ഭക്ഷണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് മാധവനും ഇന്ദിരയും എല്ലാവർക്കും ഫുഡ് പാഴ്സലുമായി വന്നത്. ആര്യൻകുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയതാ മോളെ. ശ്രീനന്ദയുടെ കയ്യിലേക്ക് ഭക്ഷണപ്പൊതി ഏൽപ്പിച്ചുകൊണ്ട് ഇന്ദിര പറഞ്ഞു. അമ്മേ, ഞാൻ മുട്ടക്കറി വെക്കാനായി എടുത്തു വെക്കുമായിരുന്നു. ശ്രീനന്ദ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമുക്കിതൊക്കെ കഴിക്കാം. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാ അച്ഛൻ വാങ്ങിയത്. അമ്മ, ചെറിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വിശേഷങ്ങൾ അറിയുവാനായി അതറോ അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയും മകനും കൂടി സംസാരിച്ചിരുന്ന നേരം കൊണ്ട് ശ്രീനന്ദ ആര്യൻകുട്ടനെ കുളിപ്പിക്കാനായി പോയി. ആര്യൻകുട്ടൻ ഹോളിലെ കസേരയിലിരിക്കുവാണ്. അവന്റെ കയ്യിൽ ഒരു പൊട്ടിക്കാത്ത കവർ ചോക്ലേറ്റ് ഉണ്ട്. ആന്റി, ആര്യൻകുട്ടൻ കൊഞ്ചനോടെ വിളിച്ചതും ശ്രീനന്ദ അവനെ നോക്കി. ദാ ആന്റിക്ക് കൊണ്ടുവന്ന. അവൻ ചോക്ലേറ്റ് പാക്കറ്റ് ശ്രീനന്ദയ്ക്ക് നേരെ നീട്ടി. അവൾ അവനെയും എടുത്തുകൊണ്ട് പടികൾ കയറി മുകളിലെ മുറിയിലേക്ക് പോയി. നമുക്കിത് രാത്രി കഴിക്കാട്ടോ, അച്ഛൻ കൂടി വരട്ടെ. അച്ഛനും കൊടുക്കണ്ടേ ചോക്ലേറ്റ്? ശ്രീനന്ദ ചോദിച്ചു. അച്ഛൻ കഴിക്കില്ല, എന്നോട് കഴിച്ചോളാൻ പറയും. അത് സാരമില്ല, ഇന്ന് നമുക്ക് അച്ഛനെ കൊണ്ടും കഴിപ്പിക്കാം. അവൾ കുഞ്ഞിന്റെ ടീഷർട്ടും നിക്കറും ഒക്കെ ഊരി മാറ്റിയ ശേഷം അവനെയും കൂട്ടി വാഷ്റൂമിലേക്ക് കയറി. ആദ്യമൊക്കെ അതർവ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ ശ്രീനന്ദയെ സമ്മതിക്കുമായിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ 1-2 തവണ ശ്രീനന്ദയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിന് പനിയും ക്ഷീണമൊക്കെ വന്ന ശേഷം അതർവ് തന്നെയാണ് അവളോട് പറഞ്ഞത് കുഞ്ഞിനെ കുളിപ്പിച്ചോളാൻ. അങ്ങനെ അവന്റെ അനുവാദം കിട്ടിയ ശേഷം ആന്റിയും കുഞ്ഞും കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. അവൾ ടവൽ കൊണ്ട് കുഞ്ഞിന്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുമ്പോഴാണ് അതർവ് അവിടേക്ക് വന്നത്. അച്ഛാ, ദാ ചോക്ലേറ്റ്. മേശപ്പുറത്ത് നിന്ന് ഡയറി മിൽക്കിന്റെ പാക്കറ്റുമായി ഓടി വന്ന ആര്യൻകുട്ടൻ അത് അതർവിന്റെ കയ്യിൽ കൊടുത്തു. മോൻ കഴിച്ചു, അച്ഛന് വേണ്ട. കണ്ടോ ആന്റി, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ കഴിക്കില്ലെന്ന്. ആര്യൻകുട്ടൻ ശ്രീനന്ദയെ നോക്കി പറഞ്ഞു. ഉടൻ തന്നെ ശ്രീനന്ദ ആ ഡയറി മിൽക്കിന്റെ പാക്കറ്റ് പൊട്ടിച്ചു. അതിൽ നിന്നൊരു പാതി ഒടിച്ചെടുത്ത് അതർവിന് നേരെ നീട്ടി. വേണ്ട നന്ദ, നിങ്ങൾ കഴിച്ചോ. അതെന്താ, ഏട്ടന് ചോക്ലേറ്റ് കഴിച്ചാൽ ഇഷ്ടമല്ലേ? എനിക്കിതൊന്നും താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഏട്ടനും കഴിക്കണം. അവളത് അതർവിന്റെ വായിലേക്ക് നീട്ടി. എനിക്ക് വേണ്ട നന്ദ, നിങ്ങൾ രണ്ടാളും കഴിച്ചോളൂ നീ. അതർവ് പറഞ്ഞപ്പോൾ ശ്രീനന്ദ അവനെ നോക്കി കണ്ണുരുട്ടി. മര്യാദയ്ക്ക് കഴിച്ചോണം, ഇല്ലെങ്കിൽ നല്ല അടിവെച്ച് തരും ഞാൻ. ഭർത്താവാണെന്ന് നോക്കില്ല. അവൾ പറയുന്നത് കേട്ട് ആര്യൻകുട്ടൻ കൈകൊട്ടി ചിരിച്ചു. ഒടുവിൽ അതർവ ചോക്ലേറ്റ് മേടിച്ച് കഴിക്കുവാണ് ചെയ്തത്. അങ്ങനെ 3 പേരും കൂടി താഴേക്ക് ഇറങ്ങിച്ചെന്ന് അത്താഴമൊക്കെ കഴിച്ച ശേഷം കുറച്ചു സമയം അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിരുന്നു. ഒരുപാട് സമാധാനവും സന്തോഷവും ഓരോ ദിവസം ചെല്ലുന്തോറും ഇന്ദിരയ്ക്ക് തോന്നിയിരുന്നു. തൻ്റെ കണ്ണുനീരിനും ദുഃഖത്തിനും ഒക്കെ പകരമായി ഈശ്വരൻ കൊണ്ടുവന്നു തന്ന നിധിയാണ് തൻ്റെ ശ്രീനന്ദ മോൾ. അവർക്ക് മകനേക്കാൾ കൂടുതൽ ഇഷ്ടം അവളോടാണെന്ന് തോന്നിപ്പോയി. ഈ ചെറിയ പ്രായത്തിലും എത്ര കരുതലോടെയാണ് അവൾ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ദിവസവും സന്തോഷത്തോടെ തന്നെ കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ സജീവൻ അതർവിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. അതർവ് പറഞ്ഞ ഡോക്ടറെ പോയി കാണുവാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാനായി വിളിച്ചു. എല്ലാ കാര്യങ്ങൾക്കും അതർവ് അയാളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സിന്ധുവിനെയും കൊണ്ട് സജീവൻ ഹോസ്പിറ്റലിലെത്തി. അതർവിന്റെ ഫ്രണ്ടായ ഡോക്ടർ അന്ന് ലീവായിരുന്നു. പകരം ഡോക്ടർ മാത്യു ചെറിയാനെയാണ് അവർ കണ്ടത്. അദ്ദേഹത്തിന് സിന്ധുവിന്റെ മനോഭാവവും രോഗവിവരവും പെട്ടെന്ന് മനസ്സിലായി. എന്തായാലും അന്ന് ഒരു ദിവസത്തേക്ക് അദ്ദേഹം സിന്ധുവിനെ അഡ്മിറ്റ് ചെയ്തു. ശേഷം മെഡിസിനൊക്കെ കൊടുത്ത് മെഡിറ്റേഷനും കൗൺസിലിങ്ങും ഒക്കെ നടത്താമെന്ന് അദ്ദേഹം സജീവനോടും മകളോടും പറഞ്ഞു. സജീവൻ അപ്പോൾ തന്നെ ആ വിവരങ്ങളൊക്കെ അതർവിനോടും പറഞ്ഞു. എല്ലാം ശരിയാകുമെന്നും അങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ടെന്നും പറഞ്ഞ് അതർവ് അയാളെ സമാധാനിപ്പിച്ചു. ഒപ്പം അയാളുടെ ഫോണിലേക്ക് കുറച്ച് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പൈസയൊന്നും വേണ്ട മോനെ, കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് സജീവൻ പറഞ്ഞെങ്കിലും ഇരിക്കട്ടെ, ഹോസ്പിറ്റലല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നായിരുന്നു അതർവ് പറഞ്ഞത്. ശരിക്കും സജീവൻ അവന്റെ കരുതലും സഹായമൊക്കെ കണ്ടപ്പോൾ കരയുകയായിരുന്നു. സാക്ഷിയും പറഞ്ഞു ശ്രീനന്ദയ്ക്ക് കിട്ടിയ പുണ്യമാണ് അവനെന്ന്. ഓഫീസിൽ അതർവ് അത്യാവശ്യം നല്ല തിരക്കിലാണ്. പുതിയ പുതിയ ഓരോരോ കോൺട്രാക്റ്റുകൾ അവനെ തേടിയെത്തി. ജോലിയോടുള്ള അർപ്പണ മനോഭാവവും അവന്റെ കഴിവും പ്രാഗൽഭ്യവും ഒക്കെ കൊണ്ട് അവൻ പടിപടിയായി ഉയർന്നു. ഹൈദരാബാദിലെ പുതിയ വർക്കിന്റെ സെലിബ്രേഷൻ നടത്തണമെന്ന്
സ്റ്റാഫ് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അഥർവ് അവൻ്റെ ഓഫീസിൽ അറേഞ്ച് ചെയ്തത്. പാർട്ടിക്ക് പങ്കെടുക്കുവാനായി ഡ്രസ്സ് വാങ്ങാൻ പോകാമെന്നും പറഞ്ഞ് അഥർവ് ശ്രീനന്ദയെ ഫോൺ ചെയ്തു. ഹലോ ഏട്ടാ. ആ നന്ദ, താൻ ബിസിയാണോ? അല്ല ഏട്ടാ, എന്താ വിളിച്ചേ? എടോ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഒന്ന് റെഡിയായി നിൽക്കണം. നമുക്ക് പുറത്തേക്കൊന്ന് പോകാനാ. എന്താ ഏട്ടാ, എന്തു പറ്റി? തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഓഫീസിൽ വെച്ചൊരു പാർട്ടി നടത്തുന്ന കാര്യം? ഏട്ടൻ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി തനിക്കും ആര്യൻകുട്ടനുമൊക്കെ ഡ്രസ്സ് എടുക്കണ്ടേ? ഞങ്ങൾക്ക് മാത്രമോ? അപ്പം അമ്മയും അച്ഛനും? എടോ, അവർക്കും എടുക്കാം, എല്ലാവർക്കും വേണ്ടി. ഞാൻ മാത്രം ഒരുങ്ങി നിന്നാൽ മതിയോ? അച്ഛനും അമ്മയൊക്കെ വരണ്ടേ? ആര്യൻകുട്ടിന് നാളെ എക്സാം ഉണ്ടല്ലോ. അപ്പം എല്ലാവരും കൂടി പോയാൽ ശരിയാകത്തില്ല. നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം. തനിക്കെന്താ നന്ദ, എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ റെഡി ആയിക്കോളാം. ശരി, ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കാം. അഥർവ് കോൾ കട്ട് ചെയ്തു. നന്ദ അപ്പോൾ തന്നെ ഈ വിവരം ഇന്ദ്രയോട് പറഞ്ഞു. മക്കൾ രണ്ടാളും പോയിട്ട് വാ. അവൻ പറഞ്ഞതുപോലെ മോനെ എക്സാം ഉണ്ടല്ലോ. ഷോപ്പിങ്ങിനൊക്കെ പോയാൽ വരുമ്പോൾ ലേറ്റാകും. കുഞ്ഞ് ക്ഷീണമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. നാളെ സ്കൂളിൽ പോകണ്ടേ മോളെ? അങ്ങനെ അഥർവ് പറഞ്ഞ സമയത്ത് തന്നെ ശ്രീനന്ദ റെഡിയായിട്ട് നിന്നു. ഇരുവരും കൂടി ഷോപ്പിംഗ് മാളിലേക്കാണ് പോയത്. എല്ലാവർക്കും പാർട്ടിക്ക് ധരിക്കുവാൻ വേണ്ടിയുള്ള ഡ്രസ്സ് അഥർവ് വാങ്ങിച്ചു. ശ്രീനന്ദയാണെങ്കിൽ അന്നും സംഗീത അവിടെയും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും അവളെ കാണാനൊന്നും പറ്റിയില്ല. സംഗീത നിന്നിരുന്ന ഷോപ്പിലേക്ക് അവൾ കയറി ചെന്നു. സംഗീതയെപ്പറ്റി ചോദിച്ചപ്പോൾ അവൾക്ക് സുഖമില്ലെന്നും ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞു. എന്തു പറ്റി? അവർ പ്രഗ്നൻ്റ് അല്ലായിരുന്നോ? അതെ. മാഡത്തിന് അവരെ പരിചയമുണ്ടോ? ഉണ്ട്, എൻ്റെ സിസ്റ്ററാണ്. ഓ, അവരും അവരുടെ ഭർത്താവും കൂടി ബൈക്കിൽ പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷയുമായി ബൈക്ക് തട്ടിയെന്നും സംഗീതയുടെ ഭർത്താവിൻ്റെ കൈക്ക് ഫ്രാക്ചറായിട്ടിരിക്കുവാന്നും സംഗീതയ്ക്കും ദേഹത്തിന് എന്തൊക്കെയോ മുറിവുകൾ പറ്റിയെന്നുമാണ് ആ കടയിലെ സ്റ്റാഫ് പറഞ്ഞത്. സംഗീത താമസിക്കുന്നത് എവിടെയാണെന്നും അവരുടെ ഡീറ്റെയിൽസുമൊക്കെ അഥർവ് സ്റ്റാഫിനോട് ചോദിച്ചു. ഇവരുടെ സിസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റൊന്നും അറിയില്ലേ? ആ സ്റ്റാഫിന് സംശയമായി. ഞാനും സംഗീത ചേച്ചിയും തമ്മിൽ കണ്ടിട്ട് കുറേ നാളുകളായി. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ചേച്ചി ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. ശ്രീനന്ദ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ആ സ്റ്റാഫ് സംഗീത എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രീനന്ദയോട് പറഞ്ഞു. അയാളോട് നന്ദി പറഞ്ഞ് ശ്രീനന്ദ അഥർവിനോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു. ഓഫീസിലെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം സംഗീതയുടെ വീട്ടിലേക്ക് പോകാമെന്ന് അഥർവ് നന്ദിയോട് പറഞ്ഞു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും അതുപോലെ കമൻസും ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് കഥ എഴുതാൻ ഒരുപാട് ഇൻസ്പിറേഷൻ ആവുന്നത്. താങ്ക് യു സോ മച്ച്.